ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ പാഠം 9 ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ ഏതൊരു പാഠം പോലെയും തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇൻഷാ അല്ലാഹ് പാഠം അവസാനിക്കുന്നതോടെയും എക്സസൈസുകൾ ചെയ്യുന്നതോടെയും എളുപ്പമാവും. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഈ പാഠത്തിൽ വിശേഷണമാണ് പഠിക്കാൻ പോകുന്നത്. വിശേഷണം. ഇപ്പോൾ പുതിയ വീട്, ആ വീടിൻ്റെ വിശേഷണമാണ് പുതിയത്. ഓക്കെ. വലിയ കാറ്, ആ കാറിൻ്റെ വിശേഷണമാണ് വലുത്. വെളുത്ത കുതിര, ആ കുതിരൻ്റെ വിശേഷണമാണ് വെളുത്തത്. അപ്പോൾ ആ വിശേഷണത്തിന് അറബിയിൽ നാഅത്ത് എന്നാ പറയുക. നാഅത്തുൻ അല്ലെങ്കിൽ സിഫത്തുൻ, രണ്ടും പറയും. സിഫത്തെന്നും പറയും, നാഅത്തെന്നും പറയും. ആ വിശേഷിപ്പിക്കപ്പെടുന്ന വസ്തുവിന് മൻഊത്തെന്നും പറയും. മൻഊത്തുൻ. അപ്പോൾ പുതിയ വീട് എന്ന് പറഞ്ഞാൽ പുതിയത് എന്നുള്ളതാണ് നാഅത്ത്, വിശേഷണം. ആ വീട് വിശേഷിക്കപ്പെടുന്ന വസ്തു, അതാണ് മൻഊത്ത് അല്ലെങ്കിൽ വ്യക്തി, ചെറിയ കുട്ടി. അപ്പോൾ ചെറിയതാണ് വിശേഷണം, നാഅത്ത്. ആ കുട്ടിയാണ് വിശേഷിക്കപ്പെടുന്നവൻ. അപ്പോൾ ആ കുട്ടി മൻഊത്താവും. അപ്പോൾ വിശേഷിക്കപ്പെടുന്നവൻ അല്ലെങ്കിൽ പെടുന്നവൾ അല്ലെങ്കിൽ പെടുന്ന വസ്തു മൻഊത്തും ആ വിശേഷണം നാഅത്തുമാണ് അല്ലെങ്കിൽ സിഫത്ത്. അപ്പോൾ നാഅത്ത് മൻഊത്ത് എന്ന് പറയും. അപ്പോൾ ഹർഫ് ജറിൻ്റെ കൂടെ ഇസ്മ മജ്റൂർ നമ്മൾ പഠിച്ചതാണ്. മുലാഫിൻ്റെ കൂടെ മുലാഫിലെ മജ്റൂർ, അല്ലേ? മുലാഫ് വന്നാൽ പിന്നെ മുലാഫിലെ മജ്റൂർ. അതേപോലെ ഹർഫ് ജർ വന്ന ഇസ്മ മജ്റൂർ. അപ്പോൾ നാഅത്ത് വന്നാൽ അതിന് മുമ്പ് എന്തുണ്ടാവും? മൻഊത്തും ഉണ്ടാവും. നാഅത്ത് വന്നാൽ അതിൻ്റെ മുന്നേ മൻഊത്തും ഉണ്ടാവും. അപ്പോൾ നമുക്കിനി ഒരു ഉദാഹരണം നോക്കാം. ബൈത്തുൻ ജദീദുൻ, പുതിയ വീട്. അപ്പോൾ ഇവിടെ വിശേഷിപ്പിക്കുകയാണ്. ബൈത്തുൻ ജദീദുൻ, പുതിയ വീട്. അപ്പോൾ വിശേഷണം എന്താ? പുതിയത്. ജദീദുൻ, അതാണ് നാഅത്ത്. ബൈത്തുൻ എന്താ? അതാണ് മൻഊത്ത്. ബൈത്തുൻ എന്താ? അതാണ് മൻഊത്ത്. അപ്പോൾ നാഅത്ത് എപ്പോഴും മൻഊത്തിനെ പിൻപറ്റുന്നുള്ള ഒരു നിയമമുണ്ട്. നാഅത്ത് യത്ബഉൽ മൻഊത്ത്. നാഅത്ത് എപ്പോഴും മൻഊത്തിനെ പിൻപറ്റും. അങ്ങനെ പറഞ്ഞാൽ എന്താ? അതിനുള്ള ഓരോ ഉദാഹരണം നമുക്ക് പഠിക്കാം. 4 കാര്യങ്ങളിൽ നാഅത്ത് മൻഊത്തിനെ പിൻപറ്റും. ഇപ്പോൾ ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോ ഉദാഹരണം പഠിക്കുമ്പോൾ നമ്മളത് മനസ്സിലാവും. ഇപ്പോൾ മൻഊത്ത്, നാഅത്ത് മൻഊത്തിനെ പിൻപറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ മൻഊത്ത് ബൈത്തുൻ, അത് ലമ്മത്താണെങ്കിൽ ജദീദിനും എന്താവും? അത് ലമ്മത്താവും, മർഫൂ ആവും. ഇനി ബൈത്തിൻ എന്നാണെങ്കിലോ ജദീദും എന്താവും? ജദീദിൻ എന്നാവും. അപ്പോൾ അടയാളങ്ങൾ പിൻപറ്റും, അലാമത്ത്. ബൈത്തെന്നാണെങ്കിലോ ജദീദെന്നാവും. അപ്പോൾ എന്താണോ മൻഊത്തിൻ്റെ അടയാളം അതുതന്നെയായിരിക്കും നാഅത്തിൻ്റെ അടയാളം. കാരണം നമ്മൾ അടയാളം ശ്രദ്ധിക്കണമല്ലോ. ഇനി മൻഊത്ത് പുല്ലിംഗാണെങ്കിലോ, ഇപ്പോൾ ബൈത്ത് പുല്ലിംഗാണ്, ജദീദുനും പുല്ലിംഗാവും. അതാണ് രണ്ടാമത്തെ പിൻപറ്റൽ. ആദ്യത്തെ പിൻപറ്റൽ അലാമത്ത്, അടയാളം. രണ്ടാമത്തെ പിൻപറ്റൽ ആണാണെങ്കിൽ ആണാവും. ഇനി മൻഊത്ത് പെണ്ണാണെങ്കിലോ നാഅത്തും പെണ്ണാവും. ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദാഹരണത്തിലേക്ക് പോകും. ഇനി മൻഊത്ത് മഅരിഫ ആണെങ്കിലോ നാഅത്തും മഅരിഫയാവും. അതാണ് മൂന്നാമത്തത്. ഇപ്പോൾ ഇവിടെ ബൈത്തുൻ ജദീദുൻ, ബൈത്തുൻ നക്കിറയാണ്, ജദീദുൻ നക്കിറയാണ്. അപ്പോൾ നക്കിറയാണെങ്കിൽ നക്കിറയാവും, മഅരിഫയാണെങ്കിൽ ഇപ്പോൾ അൽ ബൈത്തു എന്നാണെങ്കിൽ അൽ ജദീദു എന്നാവും, മഅരിഫയാണെങ്കിൽ മഅരിഫയാവും. ഓക്കെ. അങ്ങനെ എന്താണ്?
ഇനി ഏകവചനാണെങ്കിലോ ഇവിടെ ബൈത്തുൻ ഏകവചനാണ്, അപ്പോൾ ജദീദുനും ഏകവചനാവും. ദ്വിവചനാണെങ്കിലോ മന്നൂത്ത് നായത്തും ദ്വിവചനാവും. ബഹുവചനാണെങ്കിലോ നായത്ത് മന്നൂത്ത് ജദീദിനും ബഹുവചനാവും. അപ്പോൾ അടയാളം നായത്തും മന്നൂത്തും ഒന്നായിരിക്കും. മർഫു ആണെങ്കിൽ മർഫു, മജ്റൂർ ആണെങ്കിൽ മജ്റൂർ, മൻസൂബ് ആണെങ്കിൽ മൻസൂബ്. മുഅന്നസ് ആണെങ്കിൽ മന്നൂത്ത് നായത്ത് മുഅന്നസ് ആയിരിക്കും. മുദക്കറാണെങ്കിൽ മുദക്കറായിരിക്കും. ഏകവചനാണെങ്കിൽ ഏകവചനായിരിക്കും. അപ്പോൾ ഇതാണ് നായത്ത് മന്നൂത്തിനെ പിൻപറ്റുമെന്ന് പറയുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. ഇനി നമുക്ക് ഈ പറഞ്ഞ തന്നെ ഓരോ ഉദാഹരണങ്ങളും നോക്കാം ഇൻഷാ അല്ലാഹ്.